പ്രിയ നമ്മൾ അമേരിക്കൻ വിപണി സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആക്ച്വലി ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് മിക്സഡ് ബാഗ് അമേരിക്കയില്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ നേട്ടം കിട്ടിയെങ്കിലും നമുക്ക് വളരെ ശക്തമായിട്ടൊരു നേട്ടം കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിലെ ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തന്നെ തുടരുക. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 39,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. So we have got to wait and watch. But നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും പ്രിയ പറഞ്ഞതുപോലെ NVDA അതുപോലെ മറ്റ് മേജർ ടെക്നോളജി സ്റ്റോക്സ് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ വീണ്ടും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും മെറ്റയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണില് $185 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും ആമസോണിലും കാണാൻ സാധിക്കും. മൈക്രോസോഫ്റ്റിൽ വളരെ പോസിറ്റീവായിട്ടായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ക്രൂഡ് ഓയിൽ വിലയിൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബ്രെൻഡ് ക്രൂഡിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഡെറിവേറ്റീവ്സിൽ 0.33% ഒരു നേട്ടത്തിൽ ബാരലിന് 78.74 എന്ന റേഞ്ചിലാണ് പോകുന്നത്. ക്രൂഡിൽ സാറിൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 5 സെഷൻസിൽ നമുക്ക് ഇടിവായിരുന്നു കണ്ടത്. അതിനെ തുടർന്ന് ഇന്നലെ കണ്ടിരിക്കുന്ന ഒരു ചെറിയ റിക്കവറി ഇസ് ഷോർട്ട് കവറിങ്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ആ ഷോർട്ട് കവറിങ് തുടരുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് എനിക്ക് തോന്നുന്നില്ല $77 റെസിസ്റ്റൻസ് ക്രൂഡിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇന്നത്തെ ട്രേഡിംഗിൽ അവോയ്ഡ് ന്യൂ പൊസിഷൻസ്, ലോങ് ആയിക്കോട്ടെ ഷോർട്ട് ആയിക്കോട്ടെ. മാർക്കറ്റിൽ ഓൾറെഡി ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $74.55 വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗോൾഡിലും ഒരു മുന്നേറ്റം നമുക്ക് കാണുന്നുണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് 0.76% ഒരു നേട്ടത്തിൽ ട്രായ് ഔൺസിന് $2,372 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. $2,320 സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 2,385 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ ടാർഗറ്റ് സോൺ $2,420 ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ $2,318 ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിൽ 22,620 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇൻട്രാഡേയിൽ നോക്കുമ്പോഴും 22,670 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിനേക്കാളും ഉയർന്നു വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3% നേട്ടം കഴിഞ്ഞൊരു സെഷനിൽ മാത്രം രേഖപ്പെടുത്തിയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് സാർ ഇന്നും പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന റിക്കവറി ഇസ് ഓൺലി ഷോർട്ട് കവറിങ്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു സസ്റ്റൈനബിൾ റിക്കവറി ആയിരിക്കുമെന്ന്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നിഫ്റ്റി 50യുടെ ഡേഞ്ചർ സോണിൽ നിന്നും തിരിച്ച് ബുള്ളിഷ് സോണിലോട്ട് നിഫ്റ്റി 50 വരണമെങ്കിൽ 23,000 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിങ്ങിൽ അത് സംഭവിക്കുമെന്ന്. സർ, പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്? മേജർ റെസിസ്റ്റൻസ് 23,000 പോയിന്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം 21,100 പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 21,100 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 2,126 പോയിന്റിന്റെ ഓൾമോസ്റ്റ് 4% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ഹൈ നോക്കുമ്പോഴും 49,362 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിലും സെയിം നമുക്കൊരു ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിന്റെ കേസിലും ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്.
ഇത് നമ്മളൊരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 50,000 പോയിന്റ് ആയിരിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 46,000 പോയിന്റ്. 46,000 പോയിന്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സൂചികകളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു മുന്നേറ്റമായിരുന്നു സൂചികകളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ IT സൂചികയുടെ ഒരു പെർഫോമൻസ് ഇന്നലത്തെ വിപണിയിൽ പരിശോധിക്കുമ്പോൾ 2.5% ഒരു നേട്ടത്തിൽ ആയിരുന്നു IT സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. IT സൂചികയിൽ ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയ ഓഹരികൾ പെർസിസ്റ്റന്റ്, LTTS പോലുള്ള ഓഹരികളെല്ലാം ശക്തമായിട്ടുള്ളൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിരുന്നു. TCS അതുപോലെ തന്നെ LTI മൈൻട്രി എന്നീ ഓഹരികളെല്ലാം തന്നെ 1%-ലധികം നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. IT സൂചികയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? IT സെക്ടറിൽ ഇപ്പോൾ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഓഹരികളുണ്ടോ? IT ഇൻഡെക്സിന്റെ ട്രെൻഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ IT മേഖലയിലുള്ള ബെയറിഷ്നെസിന്റെ അവസാനത്തെ ഫേസിലോട്ട് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമ്മൾ ലോങ് പൊസിഷൻ എടുത്ത് തുടങ്ങണം. എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി IT ഇൻഡെക്സിന് 31,100 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. അറ്റ് ദ സെയിം ടൈം നമുക്ക് റിസ്ക് വേണ്ട, നമുക്ക് കുറെ കൂടെ സേഫ് സോണിൽ ബൈയിങ് ചെയ്താൽ മതിയെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ 34,500 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 34,500 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ IT മേഖലയിൽ നമുക്ക് വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. സർ, IT സെക്ടറിൽ സാർ പ്രധാനമായിട്ടും ഏതെങ്കിലും സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുന്നുണ്ടോ? നമ്മൾ അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ ചെയ്യേണ്ടത് മേജർ IT സ്റ്റോക്സിലായിരിക്കാം നമ്മൾ ശ്രദ്ധ കൊടുത്തിരിക്കേണ്ടത്. അതിലിപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് HCL ടെക്നോളജിയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. 1,380 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ ടാർഗറ്റ് 1,445 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും 100 മുതൽ 150 രൂപയുടെ നേട്ടം HCL ടെക്നോളജിയിൽ എക്സ്പെക്ട് ചെയ്യാം. TCSന്റെ കേസ് എടുക്കുമ്പോഴേക്കും TCS മാത്രം ഒരു അല്പം റെസിസ്റ്റൻസ് സോണിൽ തന്നെ ട്രേഡിംഗ് കൊണ്ടുവരുന്നു. ആൻഡ് TCSന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 3,920 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഈ ഒരു ഷെയറിൽ നമുക്ക് 100-150 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇൻഫോസിസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. 1,460 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 1,510. 1,510ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 100 രൂപയുടെ നേട്ടം ഇൻഫോസിസിന്റെ കേസിൽ എക്സ്പെക്ട് ചെയ്യാം. ഫൈനലി വിപ്രോയുടെ കേസ് എടുക്കുമ്പോഴേക്കും 465 രൂപയുടെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 465ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 500 രൂപയിലായിരിക്കും. അതോടൊപ്പം ഓട്ടോ സെക്ടറിന്റെ കാര്യം കൂടി സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞൊരു സെഷനിൽ 4.7% ഒരു നേട്ടത്തിലായിരുന്നു ഓട്ടോ സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു പുതിയൊരു ഫ്രഷ് ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഓട്ടോ സൂചികയ്ക്ക് സാധിച്ചിരുന്നു. 24,347 എന്നൊരു ഫ്രഷ് ഹൈയിലേക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓട്ടോ സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഓഹരികളെല്ലാം തന്നെ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കഴിഞ്ഞ സെഷനിൽ കാണാൻ സാധിച്ചിരുന്നു. ഓട്ടോ സെക്ടറിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകളുണ്ടോ? നമ്മൾ ഓട്ടോ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡെക്സ് കഴിഞ്ഞ ഒരു 1-1.5 മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ആൻഡ് നമുക്ക് ഓട്ടോ ഇൻഡെക്സിൽ ആ ഒരു കൺസോൾട്ടേഷൻ ഫേസ് അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ നോക്കുമ്പോഴേക്കും മാരുതി കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം ബിറ്റ്വീൻ 11,600 and 13,000 rupees ഈ ഒരു റേഞ്ചിലായിരുന്നു കൺസോൾട്ടേഷൻ നടത്തി വന്നത്. നമുക്ക് തീർച്ചയായിട്ടും മാരുതിയുടെ കേസിൽ ഒരു ലോങ് പൊസിഷൻ പരിഗണിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 11,500 rupeesലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ മോട്ടോഴ്സിൽ ഫെബ്രുവരി മാസം മുതൽ ഒരു കറക്ഷൻ നടന്നു വരുന്നത്.
എനിക്ക് തോന്നുന്നില്ല ടാറ്റ മോട്ടോഴ്സ് 810 റുപ്പീസിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുത്തു തുടങ്ങാം. നമുക്ക് കുറെ കൂടെ സേഫ് ആയിട്ട് ഒരു എൻട്രി വേണമെങ്കിൽ 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഫാർമ സെക്ടറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫാർമ സെക്ടറിൽ പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയൊരു കമ്പനിയെ കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത്. കാപ്ലിൻ പോയിന്റ് ലബോറട്ടറീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു സെഷനിലും നല്ലൊരു മുന്നേറ്റത്തിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 5% നേട്ടത്തിൽ 4% നേട്ടത്തിൽ 1291 രൂപ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്മേലുള്ള സാറിൻ്റെ മുന്നോട്ടേക്കുള്ള റിവ്യൂ എന്താണ്? എക്സലന്റ് പെർഫോമൻസ്, എക്സലന്റ് റിട്ടേൺസ് നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് കാപ്ലിൻ പോയിന്റ്. കാപ്ലിൻ പോയിന്റ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു അതിന്റെ ഓൾ ടൈം ഹൈ നമുക്ക് നൽകിയത് 1600 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 3.5 മാസമായിട്ട് അതൊരു കറക്ഷൻ കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് ഫേസ് ഓഫ് ദ കറക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1335, 1340. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലും നമുക്കൊരു 100-150 രൂപയുടെ നേട്ടം അടുത്തൊരു 1-1.5 മാസത്തിനിടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇന്നിപ്പോൾ സ്റ്റോക്സിൻ ഫോക്കസ് ആയിട്ട് ഉൾപ്പെടുത്തുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതിലൊന്ന് ബേലിനെ കുറിച്ച് സംബന്ധിച്ചൊരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. ബേലിനെ സംബന്ധിച്ച് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് കഴിഞ്ഞ സെഷനിൽ 2.94% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് അദാനി പവറിൽ നിന്നും ഒരു ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ച് 3500 കോടി രൂപയുടെ ഒരു ഓർഡറാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 253 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബേലുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ എന്താണ്? BHELന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു BHEL. BHELന്റെ കേസിൽ 320 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് അലോങ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ മാർക്കറ്റ് കഴിഞ്ഞ 3 സെഷൻസിൽ ഒത്തിരി വോളറ്റിലിറ്റി നമുക്ക് നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു BHEL. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഇതിലൊരു സേഫ് എൻട്രി ഓപ്പർച്യൂണിറ്റി അറ്റ് ദ മൊമെന്റ് ഉണ്ടെന്ന്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 195 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ പൊസിഷൻസ് എടുക്കാൻ വേണ്ടി പ്ലീസ് വെയിറ്റ്. മറ്റൊരു സ്റ്റോക്ക് NBCC ആണ്. NBCC സംബന്ധിച്ചും കഴിഞ്ഞ സെഷനിൽ നോക്കുമ്പോൾ 4% ഇടിവിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ചും ഒരു ഓർഡർ ലഭിച്ചതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. NBCCയുമായി ബന്ധപ്പെട്ട സാറിന്റെ റിവ്യൂ എന്താണ്? NBCCയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ അല്പം വീക്ക്നെസ് കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 118 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോ റിസ്ക് എൻട്രി അവസരങ്ങൾ അറ്റ് ദ മൊമെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം IEXുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ്. IEXനെ സംബന്ധിച്ച് അവരുടെ അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. IEXുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? IEX ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് 130, 175 ഈ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. അറ്റ് ദിസ് മൊമെന്റ് ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ RVNLുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി സാറിനോട് ചോദിക്കുകയാണ്. RVNLനെ സംബന്ധിച്ചും ഒരു പ്രൊജക്ട് 390 കോടി രൂപയുടെ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഒക്കെ തന്നെ കമ്പനിക്ക് ലഭിച്ചു എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു. RVNLനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? RVNL ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എഗെയിൻ കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ വളരെ ശക്തമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ 385 ആൻഡ് 400 ഈ ഒരു റേഞ്ചിലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അറൌണ്ട് 280 റുപ്പീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. പ്രേക്ഷകരുടെ ക്വരീസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ വിപണിയിൽ സാർ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഓഹരികൾ വല്ലതുമുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ക്യാപ്ലിൻ പോയിന്റ് എൻ്റെ റേഡാറിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ബുള്ളിഷ് എൻട്രി ലഭിക്കും. 6100 രൂപയായിരിക്കണം നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അക്സോ നൊബേലിന്റെ കേസിൽ 2640 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ലോ റിസ്ക് എൻട്രി ലഭിക്കും. HDFC ബാങ്കിന്റെ കേസിൽ ഈ സ്റ്റോക്കിന് ഒരു 1570 ആ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് നമുക്കൊരു ലോ റിസ്ക് എൻട്രി ലഭിക്കുമെന്ന്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക 65 രൂപ 50 പൈസ ആസ് എ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 70 രൂപയിലായിരിക്കും. പോക്കർണയുടെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. 561 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കും. സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിന്റെ കേസിൽ ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക്സിൽ 622 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഗെയിൻ ഒരു 4 to 5% ഗെയിൻസ് ഇമ്മീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് ആയിരുന്നു ക്യാമ്പസ് ആക്റ്റീവെയർ. ക്യാമ്പസ് ആക്റ്റീവെയറിൽ കഴിഞ്ഞ 4-5 സെഷൻസിൽ ഒരു കറക്ഷന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്യുന്നുണ്ട്. 292 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ് ടു വാച്ച്. യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2.5% നേട്ടത്തിൽ 339 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ആസ്റ്റർ DMന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇതൊരു മിഡ് ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് 300 രൂപയിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കറന്റ് ലെവൽസിൽ തന്നെ വേണമെങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. ബട്ട് നമുക്കൊരു സേഫ് ആയിട്ട് ഒരു എൻട്രി വേണമെങ്കിൽ 365 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്ന ഒരു ഓഹരി FACTയുമായി ബന്ധപ്പെട്ടാണ്. FACT കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 652 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. FACTയുടെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് തുടരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 560 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു എൻട്രി ലഭിക്കണമെങ്കിൽ 720 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സന്തോഷ് എന്ന പ്രേക്ഷകൻ മനുഗ്രാഫ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു സെഷനിൽ 5% ഇടിവിൽ 18 രൂപ 35 പൈസ റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി മനുഗ്രാഫ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഇതിന്റെ ഒരു ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഐ തിങ്ക് നമ്മുടെ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഒരു പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജീസിലുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്നോളജീസിൽ ഇപ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 1030 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ടാറ്റ ടെക്നോളജി മിനിഞ്ഞാന്നത്തെ ട്രേഡിംഗ് അതിൻ്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ലോ ലെവൽ വരെ എത്തിയിരുന്നു 981 രൂപയ്ക്ക് അടുത്ത്. ബട്ട് ഞാൻ ഇതിന്റെ ഇത് ലിസ്റ്റിങ്ങിന് അടുത്ത കാലത്ത് ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കും സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്റ്റോക്കിന്റെ ഒരു സെല്ലിങ്ങിന്റെ അവസാനത്തെ ഫേസിലോട്ട് എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഒരു ഫൈനാൻഷ്യൽസിലൊക്കെ ബിസിനസ് പ്രോസ്പെക്ട്സിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഒരു അല്പം റിസ്ക് എടുത്തിട്ട് കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുത്ത് തുടങ്ങാം.